ഇന്നത്തെ മത്സരത്തിൽ രാജസ്ഥാനും കൊൽക്കത്തയുമാണ് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ ഇപ്പോൾ കൊൽക്കത്ത കളി ജയിച്ചിരിക്കുകയാണ്. രാജസ്ഥാൻ വീണ്ടും നാണം കെട്ട് തോറ്റു. ബാറ്റിംഗിലാണ് രാജസ്ഥാനെ അടിപതറിയത്. 75 റൺസിൽ 5 വിക്കറ്റ് രാജസ്ഥാന്റെ പോയിട്ടുണ്ടായിരുന്നു. ആരും തന്നെ നല്ല കളി കാഴ്ചവെച്ചില്ല. അപ്പോൾ ഇന്നത്തെ രാജസ്ഥാൻ കൊൽക്കത്ത മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് കൊൽക്കത്തയായിരുന്നു. മികച്ചൊരു തുടക്കമായിരുന്നു അവർക്ക് ലഭിച്ചത്. അവരെ അടിച്ചു കളിച്ചു. റസൽ ഇന്ന് മികച്ച ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. കൊൽക്കത്ത ഇന്ന് 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 206 റൺസാണ് അടിച്ചു കൂട്ടിയത്. രാജസ്ഥാനെ സംബന്ധിച്ച് ഇത് വലിയ സ്കോറായിരുന്നു. പിന്നീട് രാജസ്ഥാൻ സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. ചേസ്വാളും സൂര്യവംശിയുമായിരുന്നു ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. ചേസ്വാള് കുറച്ചു നേരം കളിച്ചു. എന്നാൽ സൂര്യവംശി പെട്ടെന്ന് ഔട്ടായി മടങ്ങി. ഇത് രാജസ്ഥാന് തിരിച്ചടിയായിരുന്നു. പിന്നീട് വന്നവരെല്ലാം തന്നെ പെട്ടെന്ന് ഔട്ടാവുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. റിയാൻ പരാഗ് കുറച്ചു നേരം പിടിച്ചു നിന്നു. ജൂറലും അസരംഗയും ഡെക്കിലാണ് പുറത്തായത്. മോശം ബാറ്റിംഗ് ആണ് രാജസ്ഥാൻ കാഴ്ചവെച്ചത്. രാജസ്ഥാൻ ഇങ്ങനെ നാളം കെടുമെന്ന് ആരും കരുതിയില്ല. കൊൽക്കത്ത ടീമിന് രാജസ്ഥാൻ ഒരു എതിരാളി പോലുമല്ലായിരുന്നു. അത്രയും ഈസി ആയിട്ടാണ് കൊൽക്കത്ത കളി ജയിച്ചത്. മികച്ച ബൗളിംഗ് ആണ് കൊൽക്കത്ത ഇന്ന് പുറത്തെടുത്തത്. ഇന്നത്തെ വിജയത്തോടെ കൊൽക്കത്ത മുൻപന്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. രാജസ്ഥാൻ ഇനി ഒരു പ്ലേ ഓഫ് സാധ്യതയില്ല. ഇനി അടുത്ത വർഷം രാജസ്ഥാനെ നോക്കാം. സഞ്ജു കളിക്കാൻ ഇറങ്ങാത്തത് നന്നായെന്നാണ് ആരാധകർ പറയുന്നത്. ഇതുപോലത്തെ ഒരു മോശം ടീമിൽ സഞ്ജു കളിച്ചാൽ സഞ്ജുവിന്റെ പേര് തന്നെ നാശാകും. അതുപോലത്തെ ബാറ്റിംഗ് ആണ് രാജസ്ഥാൻ ഇപ്പോൾ പുറത്തെടുക്കുന്നത്. ആർക്കും തന്നെ ജയിക്കണമെന്ന ഒരു ആഗ്രഹമില്ല. ഏത് ടീം വന്നാലും രാജസ്ഥാൻ ഇനി തോൽക്കുമെന്നത് ഉറപ്പാണ്. അതുപോലത്തെ ബാറ്റിംഗ് ആണ് രാജസ്ഥാൻ ഇന്ന് കാഴ്ചവെച്ചത്. ഇങ്ങനെ തന്നെ രാജസ്ഥാൻ മുന്നോട്ട് പോയാൽ രാജസ്ഥാൻ ടീം ഇനി എവിടെയും എത്തില്ല. അടുത്ത IPL എങ്കിലും രാജസ്ഥാൻ ശക്തമായിട്ട് തിരിച്ചു വരട്ടെ. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.